നമസ്കാരം. റീവാല്യുവേഷൻ സംബന്ധമായ 4ാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ള നിലവിലുള്ള സംശയങ്ങൾ പൂർണ്ണമായും തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, ഈ 17-ാം തീയതി മെയ് 12 മുതൽ 17-ാം തീയതി വരെ 17-ാം തീയതി 4 മണി വരെയാണ് റീവാല്യുവേഷന് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള സമയം. നിങ്ങൾ അതിനിടയിൽ പോയി അക്ഷയയിലോ അല്ലെ കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഈ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ, എത്ര വിഷയങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അത്രയും വിഷയങ്ങൾക്ക് ഓൺലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒറ്റ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ നേരെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച സ്കൂളിൽ വന്നിട്ട് അതിൻ്റെ ഹെഡ് മാസ്റ്റർ അല്ലെ ഓഫീസിൽ ഇതിൻ്റെ ഫീസ് അടയ്ക്കുക. എന്താ ഫീസ്? ഒരു പേപ്പറിന് 400 രൂപ വെച്ച്. അല്ല, ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ 200 രൂപ ഒരു പേപ്പറിന് അതും കൊടുക്കണം. എത്ര ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടോ അതിനനുസരിച്ച് പണം നമ്മൾ ഓഫീസിൽ അടയ്ക്കണം. അപ്പോൾ അത്തരത്തിൽ ഫീസ് ഓൺലൈൻ ചെയ്തുകൊണ്ട് മാത്രം റീവാല്യുവേഷൻ നടക്കില്ല. ഓൺലൈൻ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ വന്ന് ആ ഫീസ് അടയ്ക്കുമ്പോൾ മാത്രമേ, ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട്, ആ പ്രോസസ്സ് പൂർണ്ണമാവുന്നുള്ളൂ. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഹെഡ് മാഷിന് 19-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിലാണ് ഹെഡ് മാഷിനോട് ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 17-ാം തീയതി 4 മണി കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ്. 19-ാം തീയതി 4 മണി വരെ 5 മണി വരെ ഹെഡ് മാഷ് അത് വെരിഫൈ ചെയ്ത് വിടണം. ഹെഡ് മാഷ് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുമ്പോൾ മാത്രമാണ് അത് പരീക്ഷാഭവൻ്റെ സൈറ്റിലേക്ക് അത് എത്തുന്നുള്ളൂ. അതിനുശേഷം പരീക്ഷാഭവൻ എന്ത് ചെയ്യും? 20-ാം തീയതി തന്നെ ഈ രജിസ്റ്റർ നമ്പറുകൾ ബന്ധപ്പെട്ട സെൻറ്ററുകളിലേക്ക് 70 സെൻറ്ററുകളിലേക്കും പാസ് ചെയ്യും. ഓരോ സെൻറ്ററിലും വ്യത്യസ്ത രജിസ്റ്റർ നമ്പറുകളായിരിക്കും ഉണ്ടാവുക. അതാത് വിഷയങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ ഈ 70 സെൻറ്ററുകളിലേക്കും പരീക്ഷാഭവൻ ഓൺലൈനായിട്ട് വിടും. അപ്പോൾ 21, 22, 23, 24 എന്നീ ദിവസങ്ങളിൽ ഈ ഉത്തര പേപ്പറുകൾ, നിങ്ങൾ റീവാല്യുവേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഉത്തര പേപ്പറുകൾ ഏകദേശം ഒരു 24-ാം തീയതി കൊണ്ട് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ മാർക്കുകൾ മായ്ച്ചു കളയും. പെൻസിൽ കൊണ്ടിട്ട മാർക്കുകൾ മായ്ച്ചു കളയണം. ഫ്രണ്ട് പേപ്പർ കീറി മാറ്റണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫ്രണ്ട് പേപ്പർ കീറി മാറ്റി 2ാമത്തെ പേജിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചുവന്ന മഷിയിൽ എഴുതി ചേർക്കും. അതിനുശേഷം ഈ പെൻസിൽ കൊണ്ടിട്ട നേരത്തെ ഇട്ടിരിക്കുന്ന ഈ കീറി മാറ്റുന്നതിന് മുമ്പ് ആദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ആദ്യം ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. ഫോട്ടോസ്റ്റാറ്റ് എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടാവില്ല. വേണ്ടവർക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന് ശേഷമാണ് കീറി മാറ്റുക. അതിനുശേഷം മാർക്ക് മായ്ച്ചു കളയും. അപ്പോൾ അങ്ങനെ മായ്ച്ചു കളയാലൊക്കെ ഏകദേശം ഒരു 24-ാം തീയതി കൊണ്ട് കഴിയും. എനിക്ക് തോന്നുന്നത്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും 25, 26, 27, 28 കൊണ്ട് ഈ റീവാല്യുവേഷൻ പ്രക്രിയ പൂർണ്ണമാവും. ഈ 4 ദിവസം 25-ാം തീയതി ആയിരിക്കും റീവാല്യുവേഷൻ തുടങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ 26-ാം തീയതി അങ്ങേറ്റം പോയാൽ 25-നോ 26-നോ റീവാല്യുവേഷൻ തുടങ്ങും. മെയ് മാസം 25, 26, 27, 28 വരെ പരമാവധി 3 ദിവസം മതി റീവാല്യുവേഷന്. സാധാരണ എല്ലാ വർഷങ്ങളിലും 3 ദിവസം കൊണ്ട് റീവാല്യുവേഷൻ പൂർണ്ണമാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ മുമ്പോട്ടിട്ടോളൂ. 28-ാം തീയതി റീവാല്യുവേഷനും പൂർണ്ണമാവും. ഞാൻ ഉറപ്പ് പറയും. 29-ാം തീയതിയോ 30-ാം തീയതിയോ ഈ റീവാല്യുവേഷൻ്റെ റിസൾട്ട് വന്നിരിക്കും. ഒരു സംശയവും വേണ്ട. 30-ാം തീയതി എങ്കിലും വന്നിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടി കൊടുത്ത് 31-ാം തീയതി എന്ന് പറയാം. അത്രയും പോകാൻ സാധ്യതയില്ല. കാരണം ഇതിൽ വേറെ നടപടിക്രമങ്ങളൊന്നുമില്ല. മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടായി ശരിക്കും. അപ്പോൾ മിക്കവാറും 29-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി രാത്രി തന്നെ വന്നുകൂടായില്ല. 28 രാത്രി, 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ആ റീവാല്യുവേഷൻ്റെ റിസൾട്ട് വന്നിരിക്കും. അതിൽ സംശയമില്ല. ശരിക്കും 3 ദിവസം മാത്രമേ ഈ റീവാല്യുവേഷൻ പ്രോസസ്സ് സാധാരണഗതിയിൽ ഉള്ളൂ. അതെങ്ങനെ തീർക്കുമെന്ന് വെച്ചാൽ, പേപ്പറിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അധ്യാപകരെ വിളിക്കും നോക്കാൻ. എല്ലാ അധ്യാപകരും വാല്യുവേഷനിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകരും റീവാല്യുവേഷൻ ആവശ്യമില്ല. ചില വിഷയങ്ങൾക്ക് തീരെ കുറവ് അപ്ലിക്കൻസേ ഉണ്ടാവുള്ളൂ റീവാല്യുവേഷന്. ഇപ്പോൾ മലയാളം ഫസ്റ്റ് കുറവ് അപേക്ഷക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറഞ്ഞ അധ്യാപകരും അത് നോക്കാൻ. എന്നാൽ മാത്തമാറ്റിക്സ്, ഹിന്ദി പോലെയുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ പേപ്പറുകൾ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ അധ്യാപകർ നോക്കാൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് 3 ദിവസം കൊണ്ട് തീർക്കാൻ തക്കവണ്ണം അധ്യാപകരെ വിളിച്ചത് റീവാല്യുവേഷൻ തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു,
മെയ് 31 പോവില്ല. ഇനി പോയാൽ നമുക്ക് അങ്ങേയറ്റം വെക്കാൻ വേണമെങ്കിൽ 31, 28-ാം തീയതി രാത്രി അല്ലെ 29-നോ 30-നോ ഈ റീവാല്യുവേഷൻ്റെ റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ അത് ഒരുപാട് കാലം കഴിയുമൊന്നും വേണ്ട. വളരെ സന്തോഷമായി നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ. അങ്ങനെ തന്നെ നടക്കും, ഒരു സംശയമുണ്ട്. കാരണം 2-ാം തീയതി നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ്. ജൂൺ 2-നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ആ അലോട്ട്മെൻറ്റിന് മുമ്പ് റീവാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, റിസൾട്ട് വന്നിരിക്കണം. എന്നാൽ മാത്രമേ റീവാല്യുവേഷന് ഗ്രേഡ് കൂടിയ ആൾക്കാരെ കൂടി നമ്മുടെ +1 അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അതാണ് അതിൽ പറയാനുള്ളത്. ഇനി ഞാൻ അപ്പം നിങ്ങൾക്ക് ഈ റീവാല്യുവേഷൻ്റെ റിസൾട്ട് വരുന്ന കാര്യത്തെപ്പറ്റി ഒരു ധാരണയായി. റീവാല്യുവേഷൻ എന്ന് നടക്കും, എത്ര ദിവസം നടക്കും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ എൻ്റെ ഈ റീവാല്യുവേഷൻ്റെ വീഡിയോ കൊടുത്ത ചാനലിൽ ഇന്ന് വന്ന കമൻറ്റ് ബോക്സിൽ വന്ന സംശയങ്ങൾ, അതിൻ്റെ മറുപടി ഞാൻ ഒരു വീഡിയോ ആയിട്ട് പറയും. ഈ വീഡിയോയിൽ അതിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി പറയുകയാണ്. അത് ബാക്കി എല്ലാവർക്കും അതുമാതിരിയുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ആ സംശയങ്ങൾക്കുള്ള മറുപടി പറയുന്നത്. ഞാൻ ഓരോ ചോദ്യങ്ങളും മറുപടിയും പറയാം. നിലവിലുള്ള ഗ്രേഡിന് മാറ്റം വരുമോ, കുറയുമോ? പലരും ആ ആശങ്കയിലാണ് റീവാല്യുവേഷന് കൊടുക്കാതിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ കുറച്ച് മുന്നേ മലപ്പുറത്തുനിന്ന് ഒരു രക്ഷിതാവിനെ വിളിച്ചിരുന്നു. കുറയുമോ സാർ? അത് ആ പേടി കൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും ഒരു കുട്ടിക്ക് കിട്ടിയ ഗ്രേഡും കുറയുന്ന പ്രശ്നമില്ല. ചിലപ്പോൾ അത് തന്നെ കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ കിട്ടും. യാതൊരു കാരണവശാലും കുറയില്ല. അങ്ങനെ കുറയുമെങ്കിൽ ആരും റീവാല്യുവേഷന് കൊടുക്കില്ല എന്നുള്ള ഒരു സത്യമാണ്, അല്ലേ? നമുക്കറിയാം. കുറയുമെന്ന് ആർക്കെങ്കിലും ഇങ്ങനെ കിട്ടിയ മാർക്കിൽ കുറയാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ഒരാൾ പോലും റീവാല്യുവേഷന് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഇല്ല. മാർക്ക് കുറഞ്ഞാലും എന്ത് കുറഞ്ഞാലും നോക്കുമ്പോൾ ചിലപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞേക്കാം. പക്ഷെ അതുകൊണ്ട് നിലവിൽ കിട്ടിയ ഗ്രേഡ് അങ്ങനെ തന്നെ തരാറാണ് സാധാരണ നടക്കുന്നത്. ഈ വർഷം അങ്ങനെ തന്നെയാണ്. നിലവിലുള്ള ഗ്രേഡിന് ഒരു മാറ്റവും വരില്ല. ധൈര്യമായിട്ട് കൊടുക്കാം. ഇനി അടുത്ത ചോദ്യം, ഒരു പേപ്പറിന് റീവാല്യുവേഷനും ഫോട്ടോസ്റ്റാറ്റും കൊടുക്കാൻ പറ്റുമോ? റീവാല്യുവേഷൻ നൽകുന്ന പേപ്പറിന് ഫോട്ടോസ്റ്റാറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. ഒരു കുട്ടിക്ക് ഒരു പേപ്പർ റീവാല്യൂ ചെയ്യണം, ഒപ്പം അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റിൻ്റെ കോപ്പി എനിക്ക് കിട്ടുകയും വേണം. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടും. അതിന് രണ്ടിനും അപേക്ഷിക്കാം. അവിടെ ചെന്നാൽ ആ സെൻറ്ററിൽ നിന്ന് ആദ്യം ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, അതിനുശേഷം റീവാല്യുവേഷൻ നടത്തും. ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് സ്കൂളിലേക്ക് അയച്ചു തരും, നമുക്കത് നേരിട്ട് കയ്യിൽ കിട്ടും. ഇനി എത്ര വിഷയങ്ങൾക്ക് റീവാല്യുവേഷന് അപേക്ഷിക്കാം? എത്ര വിഷയങ്ങൾക്ക് റീവാല്യുവേഷന് അപേക്ഷിക്കാം? എത്ര വിഷയമാണ് നമുക്കുള്ളത്? 9 വിഷയമാണ് ഉള്ളത്. IT ഒഴിവാക്കിയാൽ 9 വിഷയത്തിന് നമുക്ക് റീവാല്യുവേഷന് അപേക്ഷിക്കാം. IT സാധ്യമല്ല. IT പ്രാക്ടിക്കലായിരുന്നു, അതുകൊണ്ട് അത് ഓൾറെഡി കഴിഞ്ഞു. 9 വിഷയങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് റീവാല്യുവേഷന് അപേക്ഷിക്കാം. 1 എണ്ണത്തിനാവാം, 2 എണ്ണത്തിനാവാം, 5 എണ്ണത്തിനാവാം, 7 എണ്ണത്തിനാവാം, 9 എണ്ണത്തിന് എത്രയും അപേക്ഷിക്കാം. മാർക്ക് കുറയില്ല കേട്ടോ, ഒന്നിനും കുറയില്ല. ഓക്കെ. അടുത്ത ചോദ്യം, ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഗ്രേഡ് മാറാൻ സാധ്യതയുണ്ടോ? ഗ്രേസ് മാർക്ക് ഓൾറെഡി കിട്ടി നിൽക്കുന്ന കുട്ടികൾ റീവാല്യുവേഷൻ കൊടുത്താൽ അവർക്ക് ഗ്രേഡ് മാറാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഈ ഗ്രേസ് മാർക്കിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഏത് വിഷയത്തിനാണ് കുട്ടിക്ക് ഗ്രേഡ് കിട്ടിയതെന്നുള്ള കാര്യം കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ വേറെ ആർക്കും അറിയില്ല. അതാണ് സത്യം. അപ്പോൾ അവർക്ക് ഗ്രേഡ് കുറയാനുള്ള സാധ്യത കുറയില്ല എന്ന് മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലേക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമേ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ 64 ഇംഗ്ലീഷിന് കിട്ടിയ ഒരു കുട്ടിക്ക് 6 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും, 70 ആക്കും. പക്ഷേ അതിനേക്കാൾ കുറവ് മാർക്ക് കൊടുത്താൽ പിന്നെ ഗ്രേഡ് മാറുമെങ്കിൽ ആ വിഷയത്തിനാണ് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല, ഗ്രേസ് മാർക്ക് ഏതൊക്കെ വിഷയം കൊടുത്തെന്ന് അറിയാത്തത് കൊണ്ട്. ഇനി ഹിന്ദി, കെമിസ്ട്രി വിഷയങ്ങൾക്ക് A+ പോയി കിട്ടുമോ? അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം വന്നതാണ്. ഹിന്ദിക്ക് പോയവരുണ്ട്, കെമിസ്ട്രിക്ക് പോയവരുണ്ട്, SS പോയവരുണ്ട്, ഫിസിക്സിന് പോയവരുണ്ട്, ബയോളജിക്ക് പോയവരുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും. എന്നാൽ ചില വിഷയങ്ങൾക്ക് ഹിന്ദി ഒരുപാട് പേര് പരാതി പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ കിട്ടുമോ എന്നാണ് ചോദ്യം. കുട്ടിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കിട്ടുമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുട്ടികൾ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ആ ഗ്രേഡ് പോരാ, അതിൽ കൂടുതൽ ഗ്രേഡ് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അതിന് സപ്പോർട്ട് ചെയ്യണം. ആ കുട്ടികൾ പറയുന്ന വിഷയത്തിന് കൊടുക്കണം, റീവാലുവേഷന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊക്കെ ഗ്രേഡ് ഉള്ളവർക്ക് റീവാലുവേഷന് കൊടുക്കാം? വേറൊരു കുട്ടി ചോദിച്ചതാണ്, A+ കിട്ടാൻ വേണ്ടി മാത്രമാണോ റീവാലുവേഷന് കൊടുക്കുക? അല്ല, ഏത് ഗ്രേഡുള്ള കുട്ടിക്കും റീവാലുവേഷന് കൊടുക്കാം. ഇപ്പോൾ ഒരു D ഗ്രേഡുള്ള ഒരു കുട്ടിക്ക് D ഗ്രേഡാണ്, അപ്പോൾ ഫലത്തിൽ കുട്ടി തോറ്റു. ആ ഗ്രേഡുള്ള കുട്ടിക്ക് എന്ത് കൊടുക്കാം? ആ വിഷയത്തിന് റീവാലുവേഷന് കൊടുക്കാം. എന്താ, റീവാലുവേഷൻ കഴിയുമ്പോൾ D+ കിട്ടിയാൽ കുട്ടി ജയിച്ചു. C+ കിട്ടിയ കുട്ടിക്ക് കൊടുക്കാം. ഇനി ഒരു മേലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? B കിട്ടും. അപ്പോൾ ഏത് ഗ്രേഡിലുള്ള കുട്ടികൾക്കും റീവാലുവേഷന് അപേക്ഷിക്കാം എന്നതാണ് അതിനുള്ള ഉത്തരം. ഗ്രേസ് മാർക്ക് ബാക്കിയുണ്ടെങ്കിൽ കിട്ടുമോ? എന്താ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നേരത്തെ വാല്യുവേഷൻ നടത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 18 മാർക്കുള്ള കുട്ടി, ആ 18 മാർക്കുള്ള കുട്ടിക്ക് 16 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു, 2 മാർക്ക് കൊടുത്തില്ല. കാരണം കൊടുത്തിട്ട് കാര്യമില്ലായിരുന്നു, ഗ്രേഡ് മാറുന്നില്ല. അതുകൊണ്ട് 2 മാർക്ക് അവിടെ ബാക്കിയുണ്ട്. ആ ബാക്കി മാർക്ക് ഇപ്പം കൂട്ടുമെന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. അങ്ങനെ അന്ന് ബാക്കി വെച്ച മാർക്കൊന്നും ഇനി പരിഗണിക്കുന്നതല്ല. അടുത്ത ചോദ്യം, ഓൺലൈൻ ചെയ്ത് പണം അടയ്ക്കാൻ HMൻ്റെ അടുത്ത് പ്രിൻറ്റും ആയിട്ട്, ഈ പ്രിൻ്റ് ഔട്ടുമായിട്ട് പണവുമായിട്ട് കുട്ടി തന്നെ പോകണമെന്നുണ്ടോ? ഇല്ല, പേരൻസ് പോയാൽ മതി. പ്രിൻ്റ് ഔട്ടും പൈസ അടയ്ക്കാൻ വേണ്ടി ഹെഡ് മാസ്റ്ററുടെ ഓഫീസിൽ നിങ്ങളുടെ കുട്ടി പഠിച്ച സ്കൂളിൻ്റെ ഓഫീസിലാണ് പണം അടയ്ക്കേണ്ടത്. ആ പണം അടയ്ക്കാൻ പ്രിൻ്റ് ഔട്ടുമായിട്ട് 2 പ്രിൻ്റ് ഔട്ടും എടുത്തോളൂ, അതാ നല്ലത്. SLCയുടെ പ്രിൻ്റ് ഔട്ടും ഈ റീവാലുവേഷൻ ഓൺലൈനായി ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്ത് പോയിക്കോളൂ. പൈസ ഓഫീസിൽ അടയ്ക്കാൻ കുട്ടിയെ നേരിട്ട് കാണണമെന്നില്ല എന്നാണ് ഉത്തരം. ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർക്ക് സാധ്യത കൂടുതലുണ്ടോ മാർക്ക് കിട്ടാൻ? ഒരുപക്ഷെ അതിന് ഇത്തിരി ഒരു സാധ്യത കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർക്ക് റീവാലുവേഷനിൽ മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും കുട്ടികളും ഒരു പർട്ടിക്കുലർ ഗ്രേഡിൻ്റെ സ്റ്റേജിലായി നിൽക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ കെമിസ്ട്രിയിൽ ഒരു കുട്ടിക്ക് 26 മാർക്കായിരുന്നു, 26 മാർക്ക്. ആ കുട്ടിക്ക് അടുത്ത ഗ്രേഡിലേക്ക് പോകാൻ ഉള്ള മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് അവിടെ കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് 40 മാർക്ക്, 4 മാർക്ക് കൊടുത്തപ്പോൾ അത് 30ആയി. അപ്പോൾ എന്തായി? B+ കിട്ടിയിരുന്ന കുട്ടി ഗ്രേസ് മാർക്ക് കൊടുത്തപ്പോൾ A ആയി. കെമിസ്ട്രിയിൽ 30 എന്ന് പറഞ്ഞാൽ A ഗ്രേഡാണ് വരിക. അപ്പോൾ ആ 30ൽ കുട്ടി എത്തി നിൽക്കുക. പിന്നെ കുട്ടിക്ക് ഒരു ഗ്രേഡ് മാറണമെങ്കിൽ 5 മാർക്ക് കിട്ടണം. അത് താരതമ്യേന ഇത്തിരി വിഷമമാണ്. എന്നാൽ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇല്ല. ഒരു ഇത്തിരി കൂടി സാധ്യത ഗ്രേസ് മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് ഗ്രേഡ് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഗ്രേസ് മാർക്ക് ഉണ്ടായിട്ടും ചില വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. പല കാരണങ്ങളാവാം. കൊടുക്കാനില്ലാത്തത് കൊണ്ടാവാം, കൊടുത്തിട്ട് പ്രയോജനമില്ലാത്തത് കൊണ്ടാവാം, ഗ്രേഡ് മാറാത്തത് കൊണ്ടാവാം, അങ്ങനെ കൊടുക്കാതെ ആ സാഹചര്യമുള്ള കുട്ടികൾക്കും ഈ റീവാലുവേഷനിൽ ഇത്തിരി മുൻഗണന, മാർക്ക് കിട്ടാൻ കുറച്ചൊരു കൂടുതൽ സാധ്യത, മുൻഗണനയല്ല സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് SLC ബുക്കിലെ സർട്ടിഫിക്കറ്റ് മതിയെന്ന് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഫീസിൻ്റെ ആനുകൂല്യം +1 എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അന്ന് പ്രിൻസിപ്പാള് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം ഫീസ് ആനുകൂല്യം കിട്ടാൻ അത് അന്നേരം വാങ്ങിക്കൊടുത്താൽ മതി. ഇപ്പോഴേ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ 2005 SLC പരീക്ഷ എഴുതി ഫെയിലായതാണ്, എനിക്ക് ഇനി പരീക്ഷ എഴുതാൻ കഴിയുമോ? അപ്പോൾ ഇനി സാധാരണ SLC പരീക്ഷ എഴുതാൻ 2005 പഠിച്ച കുട്ടിക്ക് കഴിയില്ല. ഇനി ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ സാക്ഷരതാ മിഷൻ്റെ തുല്യതാ പരീക്ഷയുണ്ട്, 10th ഇക്വാലൻസിസ് എക്സാം എന്ന് പറയും. ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക, ആ പരീക്ഷ എഴുതാവുന്നതാണ്. അത് SSLCക്ക് തുല്യമാണ്. പാസ്സായാൽ SLCക്ക് തുല്യമാണ്. പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിലാണ് അതിനുള്ള അപേക്ഷ സ്വീകരിക്കാറ്.
അതിന് ഓരോ പഞ്ചായത്തിലും ഓരോ പ്രേരകന്മാരുണ്ട്, അധ്യാപകരുണ്ട്. ഞായറാഴ്ച മാത്രമാണ് ക്ലാസ്സുകൾ നടക്കുക. ജൂൺ മാസത്തോടു കൂടി അപേക്ഷ സ്വീകരിക്കാറുണ്ട്, അന്വേഷിച്ചാൽ മതി. ഞായറാഴ്ചകളിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഈ നടപടിക്രമം എല്ലാം കഴിഞ്ഞ് അവർക്ക് ഇതുപോലെ തുല്യതാ പരീക്ഷ നടത്തും. അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അത് എഴുതിയാൽ മതി. ഒരു കുട്ടി ഫുൾ A+ പ്രതീക്ഷിച്ചു, കിട്ടിയത് C+ മുതലുള്ള ഗ്രേഡാണ്. വളരെ വിഷമത്തോടെ ഒരു കുട്ടിയുടെ സഹോദരൻ എഴുതിയ കത്തായിരുന്നു അത് എൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും 11,000 A+ സംസ്ഥാനത്ത് കുറവാണ് ഈ വർഷം. അതെല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പോൾ ഈ ടെൻഷൻ അടിക്കാതെ നിലവിൽ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് കിട്ടിയത് എന്താണോ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് വീണ്ടും നമ്മൾ കഠിനാധ്വാനം ചെയ്ത് +2 ഇതിനൊരു പകരം വീട്ടലാവാം. നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളെ 3 വിഷയങ്ങൾ, ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ നല്ല വിഷയങ്ങൾ തന്നെയാണ്. അത്തരം വിഷയങ്ങളിൽ എടുത്താൽ മതി. ഗ്രേഡ് കുറഞ്ഞവർ സയൻസിൻ്റെ പുറകെ ഒന്നും ഓടണ്ട. എല്ലാ വിഷയങ്ങൾക്കും ഈ ഗ്രേഡ് കുറഞ്ഞവർ സയൻസൊക്കെ പോയി എടുത്ത് തോൽക്കുന്നതിലും നല്ലത് മാന്യമായി ഏറ്റവും നല്ല മാർക്കോടുകൂടി ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ വിജയിക്കുന്നതല്ലേ, അത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് അത്തരത്തിലൊരു ടെൻഷനും വേണ്ട. അറ്റ് പ്രസൻറ്റ് കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ബോൾഡാവുക, കൂടുതൽ ശ്രദ്ധിച്ച് +2 നല്ല മാർക്ക് വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. റീവാല്യുവേഷന് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമോ എന്നാണ് ചോദ്യം. നേരത്തെ ആഡ് ചെയ്ത ആ ഗ്രേസ് മാർക്ക് റീവാല്യുവേഷൻ കഴിയുമ്പോഴും ആഡ് ചെയ്യും, കൂട്ടിച്ചേർക്കും. അല്ലെങ്കിൽ കുട്ടിയുടെ മാർക്ക് പുറകോട്ട് പോവില്ലേ വല്ലാതെ, അത് ചെയ്യും. അടുത്ത ചോദ്യം ഇതായിരുന്നു, +1 റീവാല്യുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം അപേക്ഷിച്ചാൽ മതിയോ? പോരാ. +1 അപേക്ഷിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 20-ാം തീയതിയാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ +1 നിങ്ങൾ നിർബന്ധമായിട്ടും അപേക്ഷിക്കണം. റീവാല്യുവേഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ആവുമെങ്കിൽ അന്നേരം അത് ഓട്ടോമാറ്റിക്കായിട്ട് +1 ഏകജാലക സംവിധാനത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് അത് പേടിക്കണ്ട. നമ്മളിപ്പോൾ അപേക്ഷിക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി ചില കുട്ടികൾക്ക് ഒരു ധാരണയുണ്ട് A+ കിട്ടാൻ വേണ്ടിയാണ് റീവാല്യുവേഷൻ കൊടുക്കുന്നതെന്ന്. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ നിലവിലുള്ള ഗ്രേഡ് ഒന്നുകൂടി മെച്ചപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ റീവാല്യുവേഷൻ കൊടുക്കുന്നത്. അത് C+ ആവാം, C+B ആവാം, B+ ആവാം. അങ്ങനെ ഗ്രേഡ് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുക. കുറച്ചുകൂടി ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് കുറച്ചുകൂടി കിട്ടേണ്ടതാണ് എന്ന് പറയുമ്പോഴാണ് നമ്മളത് റീവാല്യുവേഷന് കൊടുക്കുക എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി റീവാല്യുവേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെ മാർക്ക് നോക്കും? അതാണ് അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു റീവാല്യുവേഷൻ മിക്കവാറും 28-ാം തീയതിക്ക് മുമ്പ് റീവാല്യുവേഷൻ തീരും. 29-നോ 30-നോ 31-നോ അങ്ങേറ്റം 31 വരെ ആവാം, 28-ന് രാത്രിയോ റീവാല്യുവേഷൻ്റെ റിസൾട്ട് വന്നിരിക്കും. ആ സമയത്ത് നമ്മൾ SLC റിസൾട്ട് എങ്ങനെയാണോ നോക്കിയത് അതുപോലെ റീവാല്യുവേഷൻ റിസൾട്ടും നമുക്ക് നോക്കാം. ആ റീവാല്യുവേഷൻ റിസൾട്ടിനും ഇതുപോലെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കും. അടുത്ത ചോദ്യം, ഇപ്പോൾ ലഭിച്ച മാർക്ക് അറിയാൻ കഴിയുമോ? SSLCക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മാർക്ക് ഇല്ല, കഴിയില്ല എന്നാണ് ഉത്തരം. പരീക്ഷാഭവൻ പറഞ്ഞിരിക്കുന്നത് 2.5 മാസത്തിന് ശേഷം 3 മാസമാവുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഒരു അപേക്ഷ കൊടുത്ത് 500 രൂപ ഫീസ് അടച്ച് ഈ മാർക്ക് ലിസ്റ്റുകൾ, SSLCയുടെ മൊത്തം മാർക്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാം. യൂട്യൂബുകാർ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. പേഴ്സൻറ്റേജ് കാണുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അങ്ങനെ ഒരു പേഴ്സൻറ്റേജും ഇല്ല. അങ്ങനെ പേഴ്സൻറ്റേജ് കാണണം, ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് ആരോടും പരീക്ഷാഭവൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു ഊഹത്തിൽ പറയുന്നതാണ്. എന്നാൽ നമുക്ക് അങ്ങനെ പേഴ്സൻറ്റേജ് ഊഹത്തിൽ കാണേണ്ട ആവശ്യമില്ല. 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ മാർക്ക് 500 രൂപ ഫീസ് അടച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും കിട്ടുന്ന ഒറിജിനൽ മാർക്കിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, മാർക്കുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അതെല്ലാവരും വാങ്ങി വെക്കണം കേട്ടോ. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി അതിൻ്റെ വീഡിയോ വരും. മറ്റൊരു ചോദ്യം ഇതായിരുന്നു, മാക്സിമം 3 വിഷയം മാത്രമേ റീവാല്യുവേഷന് കൊടുക്കാവുള്ളൂ. ഒരാളുടെ സംശയം, അത് 3 വിഷയം തോറ്റാൽ പരീക്ഷ എഴുതാമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ റീവാല്യുവേഷന് 3 വിഷയമല്ല, എത്ര വിഷയം വേണമെങ്കിലും കൊടുക്കാം. ഇനി ഒരു ചോദ്യം കൂടിയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, റിസൾട്ട് വന്നതിന് ശേഷം എങ്ങനെ ഈ ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ +1 നമ്മൾ അപേക്ഷിക്കും?
അപേക്ഷിക്കുമ്പോൾ അതിലെങ്ങനെ മാറ്റം വരുത്തും? അത് ഞാൻ ഒരിക്കൽ ഈ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SSLC ഗ്രേഡ് റീവാലുവേഷൻ കഴിഞ്ഞാൽ മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ പരീക്ഷാ ഭവനിലുള്ള നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ അല്ല ഗ്രേഡിൻ്റെ ഷീറ്റിൽ അവിടെ ഗ്രേഡ് കൂടിയതായിട്ട് കാണിക്കും. ആ ഷീറ്റ്, ആ ഗ്രേഡ് കൂടിയതായി കാണിക്കുന്ന ഷീറ്റ് ആയിട്ട് നിങ്ങളുടെ +1 അഡ്മിഷൻ്റെ ഏകജാലകം ലിങ്ക് ചെയ്തിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഏകജാലക സംവിധാനത്തിലേക്ക് ഗ്രേഡ് കൂടിയ മാർക്ക് ലിസ്റ്റ് എത്തും. ആ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ മാർക്ക് വെച്ചാണ് ജൂൺ 2 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ജൂൺ 2 മുമ്പ് തന്നെ റിസൾട്ട് എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ അക്കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ ഈ റീവാലുവേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, റീവാലുവേഷൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ കയറി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ ആ മാർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഈ ലിങ്ക് ചെയ്തതുകൊണ്ട് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തിട്ട് A+ ആയി അതെനിക്ക് കൂട്ടി അവിടെ ഇടണം എന്നൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ മാർക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കയറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പരീക്ഷാഭവൻ്റെ സൈറ്റിൽ നിന്ന് ഏകജാലകത്തിൻ്റെ സൈറ്റിലേക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരിക ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചേഞ്ച് നടന്നോ, പരീക്ഷാഭവൻ്റെ സൈറ്റിൽ ഏത് ചേഞ്ച് നടന്നാലും ഈ ഏകജാലകത്തിൻ്റെ സൈറ്റിലേക്ക് അത് വരും. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ മാർക്ക് ഗ്രേഡ് കുറയില്ലല്ലോ. കുറഞ്ഞാലും ശരി, ഗ്രേഡ് അത് തന്നെയാണെങ്കിലും ഗ്രേഡ് കൂടിയാലും നമ്മളൊന്നും ചെയ്യേണ്ട. ഗ്രേഡ് കൂടിയില്ലെങ്കിൽ നിലവിലുള്ളത് അതുപോലെ നിൽക്കും. ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് നമ്മളുടെ +1 അഡ്മിഷൻ്റെ സൈറ്റിലേക്ക് വരും. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോയിലെ എൻ്റെ ഫോൺ നമ്പർ ഈ തവണത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ആ ഫോൺ നമ്പറിൽ ഞാൻ മറുപടി പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും പുതിയതായിട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ തന്നെ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.